പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 11 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കാത്തുപരിപാലിച്ചത്. നന്ദിയോടെ ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, അതിശയമായി നടത്തുന്ന കർത്താവിന്, ആമേൻ, അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറയാം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം 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 സ്തോത്രം. അപ്പം ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനും അങ്ങ് വിശ്വസ്തനുമാകിയാൽ സ്തോത്രം. അങ്ങ് മാറാത്തവനും അങ്ങ് മതിയായവനുമാകിയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ നല്ല പിതാവാകിയാൽ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 150 സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ വീരപ്രവൃത്തികൾ നിമിത്തം കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം കർത്താവിനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോട് കർത്താവിനെ സ്തുതിപ്പീൻ, വീണയോട് കിന്നരത്തോടും കൂടെ കർത്താവിനെ സ്തുതിപ്പീൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ കർത്താവിനെ സ്തുതിപ്പീൻ, തന്ത്രിനാദത്തോടും ആമേൻ കുഴലിനോടും കൂടെ കർത്താവിനെ സ്തുതിപ്പീൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ കർത്താവിനെ സ്തുതിപ്പീൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോട് കർത്താവിനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ ഈ പ്രഭാതത്തെ അവസരത്തിനായിട്ട് സ്തോത്രം. നമുക്ക് ഒരുമിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകളുടെ ഞാൻ പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം കർത്താവെ, ഈ പ്രഭാത സന്ദേശം കേൾക്കുവാൻ അങ്ങ് ഒരുക്കിയ അങ്ങയുടെ മക്കൾക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങ് ഒരുക്കിയ അങ്ങയുടെ മക്കൾക്ക് ഇന്ന് ഭൗതികമായും ആത്മീയമായ അനുഗ്രഹങ്ങളെ അങ്ങ് ചൊരിയുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ മാനസികമായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ ശാരീരികമായി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങുവാൻ കൽപ്പിക്കുന്നു. എല്ലാ രോഗത്തിൻ്റെ ആത്മാവും യേശുവിൻ നാമത്തിൽ ഇവരെ വിട്ടുപോകാൻ കൽപ്പിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. നുഖങ്ങളെ തകർക്കുന്ന ആത്മാവിൻ്റെ ശക്തി തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. നുഖങ്ങളെ തകർത്ത് കളയുന്ന ആത്മശക്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ആമേൻ, എല്ലാ തരത്തിലുള്ള വേദനകളും, ഷോൾഡർ പെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ ആമേൻ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ഷോൾഡറിനകത്തുണ്ടായിരിക്കുന്ന ആമേൻ കേടുപാടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ ഈ പ്രഭാതത്തിൽ കർത്താവെ, അൾസർ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സൗഖ്യമാകട്ടെ. ആമേൻ. പ്രത്യേകിച്ച് മൂക്കിനകത്തുനിന്ന് നിരന്തരമായി ബ്ലീഡിങ് ഉണ്ടാകുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൂക്കിനകത്തുനിന്ന് നിരന്തരമായി ബ്ലീഡിങ്ങുകൾ സംഭവിക്കുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ബാക്ക് പെയിനുകളും സൗഖ്യമാകട്ടെ. ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. ജോലി സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട്, അവിടെ നേരിടുന്നതായ ചില മാനസിക സംഘർഷങ്ങൾ ഇന്ന് യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലി ചെയ്യുന്നിടത്തെ അന്തരീക്ഷം ആമേൻ അനുകൂലമായി തീരട്ടെ. അതുപോലെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. ആമേൻ. ഈ മാസം കൊടുത്തു തീർക്കുവാനുള്ളതെല്ലാം കൊടുക്കുവാൻ, വീടിൻ്റെ വാടക, ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനെ കർത്താവെ കുഞ്ഞുങ്ങളുടെ ഫീസ്, വാട്ടവർ, അതൊക്കെ കൊടുക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിൽ നിന്നും പ്രൊവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. അനേകർക്ക് ബ്ലെസ്സിങ് ആക്കി കർത്താവ് അവരെ മാറ്റുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ അകത്ത് ഇന്നത്തെ പകൽക്കാലം കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ സർവീസ് ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ
നിങ്ങൾ അതിൽ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. ഇന്ത്യൻ സമയം കൃത്യമായി പറഞ്ഞാൽ 9:30 ആകുമ്പോൾ, രാത്രി 9:30 ആകുമ്പോൾ മീറ്റിംഗ് ആരംഭിക്കും. തക്ക സമയത്ത് ജോയിൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇന്നത്തെ പകൽക്കാലം നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കൊരു വാക്ക് നമ്മുടെ കൈകളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാലോ? നിങ്ങൾ ആ കൈ ഒന്ന് ഉയർത്തി പിടിക്കാമോ? പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഓൺലൈൻ സർവീസിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത് ഏറ്റവും മഹത്തരമായി തീരട്ടെ, ശ്രേഷ്ഠകരമായി തീരട്ടെ. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൈവിക ആലോചന എന്ന് പറയുന്നത് സദൃശ്യവാക്യം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. പ്രോവർബ്സ് 14:26. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവ ഭക്തൻ എന്തുണ്ട്? ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണം ഉണ്ടാകും. കരം ഉയർത്തി ഒന്നുകൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞ്. ഇവിടെ കണ്ടോ, യഹോവ ഭക്തന് ആമേൻ എന്തുണ്ട്? ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും അവൻ ശരണമുണ്ടാകും, അല്ലെങ്കിൽ അനുഗ്രഹമുണ്ടാകും. യഹോവ ഭക്തി എന്ന് പറഞ്ഞാൽ കർത്താവിനെ പേടിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ കർത്താവിനെ പേടിച്ച് ഒരടിമയായിട്ട് ഇരിക്കുന്നതിനല്ല ദൈവഭയമെന്ന് പറയുന്നത്. ദൈവഭയമെന്ന് പറയുന്നത് ദൈവത്തെ ആഴമായി സ്നേഹിക്കുക, ദൈവത്തെ ബഹുമാനിക്കുക, ദൈവവചനത്തെ ബഹുമാനിക്കുക, ആൻഡ് ദൈവഹിതമല്ലാത്തതിനെ, കർത്താവിന് വേദന ഉണ്ടാക്കുന്നതിനെയൊക്കെ നമ്മളിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് കളയുക. അതാണ് ദൈവഭയമെന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവഭയമെന്ന് പറഞ്ഞാൽ പേടിച്ച് വെരുണ്ട്, അയ്യോ കർത്താവ് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരടിമയെപ്പോലെ ജീവിക്കുന്നതല്ല ദൈവഭയമെന്ന് പറയും. ദൈവഭയമെന്ന് പറയുന്നത് ആമേൻ ദൈവത്തെ ആഴമായി സ്നേഹിക്കുക, ദൈവത്തെ ബഹുമാനിക്കുക, ദൈവവചനത്തെ ബഹുമാനിക്കുക, അതുപോലെ തന്നെ ദൈവത്തിന് വേദന ഉണ്ടാക്കുന്നത്, അതായത് എൻ്റെ അപ്പയ്ക്ക് വേദന ഉണ്ടാക്കുന്നതിനെയെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നീക്കിക്കളയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഞാനൊരു കാര്യം പറയാം. ഒരു ദൈവ പൈതൽ ദൈവഭയത്തിൽ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? കർത്താവ് അവൻ്റെ ജീവിതത്തിലേക്ക് അസാധാരണമായ ധൈര്യത്തെ, കോൺഫിഡൻസിനെ അവൻ്റെ ഉള്ളിലേക്ക് പകരാൻ തുടങ്ങും. അനേകർക്ക് ഇന്ന് പൈസയുണ്ട്, അനേകർക്ക് പഠിത്തമുണ്ട്. പക്ഷേ പൈസ ഉണ്ടെങ്കിലും അവർക്ക് എന്തില്ല? സമാധാനമില്ല. പഠിത്തമുണ്ടെങ്കിലും എന്തില്ല? അവർക്ക് ധൈര്യമില്ല. ആമേൻ. പൊസിഷനുണ്ട്, പക്ഷേ അവർക്കൊരു സുരക്ഷിതത്വ ബോധമില്ല. പക്ഷേ ബൈബിൾ പറയുന്നു, യഥാർത്ഥമായ ദൃഢധൈര്യം വരുന്നത് എവിടുന്ന? ദൈവത്തെ ഭയപ്പെടുമ്പോൾ. അതാ പറഞ്ഞ് യഹോവ ഭക്തൻ എന്തുണ്ട്? ദൃഢധൈര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം യഥാർത്ഥ രീതിയിൽ പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരു കലക്കം ഉണ്ടാകും. നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് നല്ല ബോധ്യമാണ്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും എന്ന ബോധ്യം നമുക്കുണ്ടാകും. മാനുഷികമായ ബലങ്ങളൊക്കെ ലോകത്തിലുണ്ട്, പക്ഷേ അതിനകത്തൊന്നും നമുക്ക് ബലം പ്രാപിക്കാൻ പറ്റത്തില്ല. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എന്നെ ഗൈഡ് ചെയ്യും, കർത്താവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി ഈ ജീവിതം മാറ്റുമെന്നുള്ള വലിയ ബോധ്യം നമുക്ക് വരും. നമുക്കെപ്പോഴും പറയുന്ന എക്സാമ്പിളാണ് വേദപുസ്തകത്തിൽ നിന്ന് പറയാൻ പറ്റുന്നത് ജോസഫിനെ കുറിച്ച്. ജോസഫിനെ സംബന്ധിച്ച് ജോസഫ് ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് ജോസഫ് എവിടെയായിരുന്നു അവിടെയെങ്ങും ജോസഫിന് ധൈര്യം നഷ്ടപ്പെട്ടില്ല. ജോസഫ് ഭയപ്പെട്ടതായിട്ടോ ജോസഫ് ആകുലപ്പെട്ടതായിട്ടോ ഒന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ല. കാരണം ജോസഫിന് നല്ല ബോധ്യമാണ്, ജോസഫ് ദൈവത്തെ പ്രസാദിപ്പിച്ചാണ് ജീവിക്കുന്നത്. ജോസഫിന് ദൈവഭയമുണ്ട്. ജോസഫ് ദൈവത്തിൻ്റെ പ്രസാദമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് പ്രതിസന്ധി നടുവിലും ജോസഫ് എന്ത് ചെയ്തു? ജോസഫ് കുലുങ്ങിപ്പോയില്ല. ജോസഫിന് നല്ല ഉറപ്പായിരുന്നു, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ വചനം അവിടെ കൊണ്ട് നിൽക്കുകയല്ല, അത് പറയുക ഇത് തൻ്റെ മക്കൾക്കും ശരണമുണ്ട്. അതായത് ദൈവഭയത്തോടുകൂടെ ജീവിക്കുന്നവരുടെ തലമുറയുടെ മേലും ദൈവിക അനുഗ്രഹങ്ങൾ വരും. ദൈവഭയത്തോടുകൂടെ ജീവിക്കുന്നവരുടെ തലമുറകളുടെ മേലും ദൈവിക അനുഗ്രഹം വരും. അതാണ് ഹല്ലേലൂയ. മാതാപിതാക്കൾ ദൈവത്തെ ഭയപ്പെടുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്പിരിച്വൽ കവറിങ്ങും ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്ങും അവരെ ഫ്രീ ആയിട്ട് സ്വീകരിക്കുക. അതായത് നമ്മുടെ ദൈവത്തെ സേവിക്കുമ്പോൾ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവിക കൽപ്പനകളിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും ഒരു സ്പിരിച്വൽ കവറിങ്ങും സ്പിരിച്വൽ ബ്ലെസ്സിങ്ങും നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഒരു പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും
ആ ഭവനത്തിനകത്ത് ഒരു വേറൊരു അറ്റ്മോസ്ഫിയറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ മാറ്റും. ഉദാഹരണം പറഞ്ഞാൽ നോഹയെ നോക്കിക്കേ. നോഹ ആ വിക്കഡായിട്ടിരുന്ന ദുഷ്ടലോകത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? നോഹയും നോഹയുടെ ഫുൾ ഫാമിലിയും അവൻ രക്ഷപ്പെടുവാൻ കാരണമായി. ഒരു മനുഷ്യൻ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് ആ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ മക്കൾ എന്തൊക്കെ അപ്പനമ്മയിൽ നിന്ന് പഠിക്കും, അവർ പ്രാർത്ഥിക്കാൻ പഠിക്കും. അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം അവരിലേക്ക് കൈമാറും, അവരുടെ വിശ്വാസം കൈമാറും, അവരുടെ ദൈവഭയം കൈമാറും. അതുകൊണ്ട് അവൻ ദൈവത്തെ ഭയപ്പെടുന്ന കുടുംബമാണോ, ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബമാണോ, കുഞ്ഞുങ്ങളും അതിൽ വളരുവാൻ കാരണമായി തീരും. അതുകൊണ്ട് എന്തു ചെയ്യണം? ദൈവത്തെ ഭയപ്പെട്ട്, അതായത് ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുന്നവരായിരിക്കണം, പാപത്തെ വെറുക്കുന്നവരായിരിക്കണം, ദൈവവചനത്തെ ബഹുമാനിക്കുന്നവരായിരിക്കണം, വിശ്വസ്തതയിലും സത്യസന്ധതയിലും നടക്കുന്നവരായിരിക്കണം. ആമേൻ. വീടിനകത്തൊരു ഹോംലി ഗോഡ്ലി അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്കും അത് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. എപ്പോഴും താൽക്കാലിക ലാഭത്തെക്കാളും ദൈവത്തെ അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിപ്പാൻ നമ്മൾ സമയം കണ്ടെത്തുകയും ജീവിതത്തിൽ ഡിസിഷനുകൾ എടുക്കുകയും ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വലിയ മരം അത് ആഴമായി വേര് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ പ്രതിസന്ധികളുടെ നടുവിലും കുലുങ്ങി പോകുന്നില്ല. ഇതുപോലാണ് ദൈവഭയമെന്ന് പറഞ്ഞാൽ ആഴമായ ഒരു വേരിന് തുല്യമാണ്. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മൾ പറയും, ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്ന എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും, ഒന്നും എനിക്ക് തിന്മയ്ക്കായി വരത്തില്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് കരം ഉയർത്തി പറ, ഇന്നു മുതൽ ഞാൻ ദൈവിക ഭയത്തിൽ ജീവിക്കും. ഹല്ലേലൂയ. എൻ്റെ ഹൃദയം ഭയമല്ല എൻ്റെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നത്, പക്ഷേ എനിക്ക് ദൈവിക സംരക്ഷണമുണ്ട്, എനിക്ക് ദൈവിക ഉറപ്പുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലും ദൈവിക അനുഗ്രഹം കൈമാറപ്പെടുക തന്നെ ചെയ്യും. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഈ ലോകത്തിൽ കോംപ്രമൈസ് നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ ദൈവഭയത്തിൽ ജീവിപ്പാൻ ഇവരെ സഹായിക്കണം. കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ സഹായിക്കണം. ആമേൻ. ഇവർ ധൈര്യമുള്ളവരായി തീരട്ടെ, കൃപയുള്ളവരായി തീരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മളോട് ഒരുമിച്ച് പറയാം, ആമേൻ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.